കെട്ടിലും മട്ടിലും കാലത്തിന് ഇണങ്ങുന്ന തരത്തിലാണ് CPMന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഒരുങ്ങുന്നത്. പാർക്കിംഗ് അടക്കം 11 നിലകളുണ്ട്. ഏറ്റവും താഴെ 2 ഫ്ലോറിൽ പാർക്കിംഗ് ആണ്. ഈ നേരെ കാണുന്ന ഫ്ലോറിൽ ആ സെക്യൂരിറ്റിമാർ മറ്റും നിൽക്കുന്ന ഫ്ലോർ റിസപ്ഷൻ. അതിന് മുകളിൽ കാണുന്നത് മീഡിയ റൂമാണ്. പിന്നീടുള്ള 3 നിലകൾ വിവിധ ഓഫീസ് സ്പേസുകളായിരിക്കും. അതിന് മുകളിലായിട്ട് ഉള്ളത് 6ാം നിലയിലുള്ളത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരാനുള്ള ഹോളാണ്. 7ാമത്തെ നിലയും 8ാമത്തെ നിലയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾക്ക് താമസിക്കാനുള്ള മുറികളാണ്. 20 മുറികളാണ് അവിടെ ഒരുങ്ങിയിരിക്കുന്നത്. ഏറ്റവും മുകളിലെ നിലയിൽ കിച്ചനാണ്. ആ തരത്തിലാണ് ഇതിനകത്തെ സംവിധാനങ്ങൾ. നടുക്ക് ഭാഗം മുഴുവൻ ഗ്ലാസ് കൊണ്ട് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഒപ്പം ഫ്രണ്ട് ഭാഗങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി വരുന്നു. ചെടികളൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഗേറ്റിലേക്ക് പോവുകയാണെങ്കിൽ സ്റ്റീലിൻ്റെ ഗേറ്റാണ്. സാധാരണഗതിയിൽ നമ്മൾ കേരളത്തിൽ അധികം കണ്ടിട്ടില്ലാത്ത, ഡൽഹിയിലൊക്കെ സ്ഥിരമായി കാണുന്ന തരത്തിലുള്ള ഈ തരത്തിലുള്ള സ്റ്റീൽ കൊണ്ടുള്ള ഓട്ടോമാറ്റിക് ഗേറ്റാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റും സാധാരണഗതിയിൽ വന്നിറങ്ങി അദ്ദേഹത്തിന് കയറിപ്പോകുന്നത് ഈ കാണുന്ന സ്ഥലത്തിലൂടെ ആയിരിക്കും കയറിപ്പോവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2 കൊടിമരങ്ങൾ, മുഴുവൻ ലൈറ്റ്, ഒരു ഒറ്റ നോട്ടത്തിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഗ്ലാമറുണ്ട് CPMന്റെ പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്. നിലവിലുള്ള AKG സെൻറ്ററിൻ്റെ തൊട്ടടുത്താണ്. ഒരു 10ഓ 15ഓ ചുവട് വെച്ചാൽ ആ കാണുന്നതാണ് AKG സെൻറ്റർ. അവിടുന്ന് ഒരു 10ഓ 15ഓ ചുവട് വെച്ചാൽ ഇവിടെ എത്തുകയും ചെയ്യും. കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഈ കെട്ടിടം വെക്കാനുള്ള 32 സെൻറ്റ് സ്ഥലം വാങ്ങുന്നത്. അവിടെയാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് അന്തിമഘട്ടത്തിലിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരാനുള്ള ഹാള് മാത്രമാണ് ഇതിനകത്തുള്ളത്. സംസ്ഥാന കമ്മിറ്റിയും മറ്റ് പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളുമൊക്കെ ചേരുന്നത് പഴയ AKG സെൻറ്ററിൽ തന്നെയായിരിക്കും. പുതിയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ പേര് എന്താണ് എന്ന് ഔദ്യോഗികമായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. സ്വാഭാവികമായും AKG സെൻറ്റർ എന്ന് തന്നെയായിരിക്കും പേര് എന്നാണ് മനസ്സിലാക്കുന്നത്. മധുരയിൽ ചേരുന്ന പാർട്ടി കോൺഗ്രസ്സിന് ശേഷമായിരിക്കും ഇതിൻ്റെ ഉദ്ഘാടനം ഉണ്ടാവുക. പണികളൊക്കെ ഏതാണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു ML ഒപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.